ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഈദ് പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നും വേണ്ട, വെറും 3 ഇൻഗ്രീഡിയൻസ് പഞ്ചസാര ചേർത്തിട്ടാണ് 3 ഇൻഗ്രീഡിയൻസ്, അല്ലാതെ വെറും 2 ഇൻഗ്രീഡിയൻസ്, അതും എപ്പോഴും വീട്ടിലുണ്ടാകുന്ന 2 ചേരുവ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ചൈന ഗ്രാസോ ജെലറ്റിനോ കസ്റ്റർഡോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/4 കപ്പല്ല കേട്ടോ, 1/4 കപ്പ് 1/4 അല്ല, ഇത് 3 ആണ്. ഈ അളവ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതിനൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ആദ്യം വലിയ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അങ്ങനെയാണ് കാരമൽ പെട്ടെന്ന് തയ്യാറാക്കുന്നത്. അധികം ചേരുവകളൊന്നും ഇതിലില്ല, വെറും പഞ്ചസാര കൂട്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ചൈന ഗ്രാസോ ജെലാറ്റിനോ പിന്നെ കസ്റ്റർഡ് പൗഡറോ ഒന്നും ഇല്ലാത്ത ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാരമലായിട്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അധികം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ മുകളിൽ നിന്ന് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കെല്ലാം ഇതേപോലെ ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി പഞ്ചസാര ഒന്നും കൂടി മെൽറ്റാവാനുണ്ട്. കളറ് മാറിയിട്ടേ ഉള്ളൂ, പഞ്ചസാര കുറച്ചൊക്കെ മെൽറ്റാവാനുണ്ട്. അതും ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഒരിക്കലും തീ കൂട്ടി കൊടുക്കരുത്, കരിഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും. അങ്ങനെ പഞ്ചസാര പൂർണ്ണമായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കണം. 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. 250ൻ്റെ കപ്പിൽ 2 കപ്പ്, അതായത് 500 മില്ലി പാലാണ്. ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ചെയ്തിട്ട് ബാക്കി 1 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കും പഞ്ചസാര കട്ടയായിട്ടാണല്ലോ ഉള്ളത്, കുറച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം മെൽറ്റായി കിട്ടും. അതുവരെ നമുക്കിന്ന് ഇളക്കാതെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഈ പഞ്ചസാര മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് എടുക്കുക. അതിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ മഞ്ഞക്കുരു വേറെ നിൽക്കാതെ വിധത്തിൽ മിക്സാക്കി എടുക്കണം. ഫോർക്ക് വെച്ചാൽ പെട്ടെന്ന്, ഇങ്ങനത്തെ ഒരു കപ്പിൽ ഒഴിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മിക്സാക്കി എടുക്കാൻ സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പാലും കാരമലൊക്കെ ഒന്നിച്ചിട്ട് നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇതിൽ ഇളം ചൂടോട് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒട്ടും തന്നെ കട്ട പിടിക്കാൻ അനുവദിക്കരുത്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ട് വേണം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതേപോലെ ഈ പ്രോസസ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ മുട്ട ചൂടോട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പുഡിംഗ് ട്രേയിലോട്ടോ നിങ്ങൾ ഏതിലാണ് ഉണ്ടാക്കുന്നത് അതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ തന്നെ ഒഴിക്കാൻ പാടില്ല. ആദ്യം ട്രേ എടുക്കുക, എന്നിട്ട് നമുക്കതിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കണം. അരിപ്പ വെച്ചിട്ട് വേണം ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മുട്ടയുടെ എന്തെങ്കിലും വെള്ള കളറുള്ള പാടയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ ഞാനിതിലോട്ട് ഒരു എസൻസും ചേർത്തിട്ടില്ല. കാരമലിൻ്റെ നല്ല രുചിയാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ എസൻസ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വനില എക്സ്ട്രാക്റ്റ് ചേർക്കാവുന്നതാണ്. മുഴുവനായിട്ട് ഞാനിപ്പോൾ അരിച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കട്ട കെട്ടിയ സാധനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിക്കാൻ പറയുന്നത്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിനൊന്ന് പൊതിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഫിലിമിലാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഫോയിൽ വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പ് വരെ ആവാം. ഇതിൻ്റെ പകുതി ഭാഗം മുങ്ങുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിനെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വരെ അങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഇപ്പോൾ തീ ഞാൻ ഇതിൻ്റെ ഓഫാക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം. ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഒരിക്കലും വെക്കരുത്. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് 3 മണിക്കൂർ ശേഷം ഞാൻ കാണിക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലീൻ ഫിലിം എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ബദാം ഞാനിപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലുള്ള നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. നല്ല ജിഗിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ 2-3 ചേരുവ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ എന്തായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ അടുത്തുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.